ഉണ്ടായത് മൃഗസംരക്ഷണ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കറവപ്പശു വിതരണ പദ്ധതി തുടർ പദ്ധതിയായി പഞ്ചായത്ത് നടപ്പിലാക്കിയുണ്ടായി. ലിറ്ററിന് എത്ര രൂപ വെച്ചാണ് കിട്ടുന്നത്? ക്ഷീര കർഷകന് 20 രൂപ. മോഡേൺ മെഡിസിൻ്റെ പ്രൈമറി ഹെൽത്ത് സെൻ്ററിനെ പറ്റി ഡോക്ടർ ഒന്ന് വിശദീകരിച്ചാൽ. ഏകദേശം ആവറേജ് ഒ പി 50 to 60 ആണ് നമുക്കുള്ളത്. മൺഡേസ് ആൻഡ് വെനസ്ഡേസ് ഇത് കൂടുതലാണ്. 75 to 100 വരെ ഉണ്ടാവാറുണ്ട്. നമ്മൾ ആന്റിനേറ്റൽ സർവീസസ്, അതായത് ഗർഭിണികൾക്കുള്ള ചെക്കപ്പ് നമ്മൾ നടത്തി വരുന്നുണ്ട്. 100% ഏർലി ആന്റിനേറ്റൽ രജിസ്ട്രേഷൻ ആണ്. NRGSലെ പണിക്ക് പോയിട്ടുള്ളവരാരെങ്കിലും? ആദ്യം NRGSൻ്റെ വർക്ക് തുടങ്ങിയപ്പോൾ തന്നെ ഞാനുണ്ടായിരുന്നു. അതിൽ കൂടുതലും താഴേക്കടയിൽ നിന്ന് വന്ന ഒരു കുടുംബമായതുകൊണ്ട് തന്നെ കാശിന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഡിഗ്രി എടുത്തിട്ടും പിന്നെ BEd എടുക്കാൻ എനിക്ക് സാധിച്ചില്ല. അപ്പോൾ ഈ തൊഴിൽ മേഖലയിൽ നിന്നുകൊണ്ട് NRGSൻ്റെ തൊഴിൽ ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ 15,000 രൂപയോളം അതിൽ നിന്ന് സംഭരിക്കുകയും ഞാൻ ഫസ്റ്റ് തിരുവനന്തപുരം ജില്ലയിലാണ് അത് കഴിഞ്ഞിട്ടുള്ളത്. ഏത് തരം പദ്ധതികളാണ് വനിതാ ഘടക പദ്ധതി? വനിതകൾക്ക് വരുമാനദായകമായിട്ടുള്ള ഇപ്പം ഗ്രാമനന്ദിനി പോലുള്ള അങ്ങനെ എല്ലാ മേഖലയിലും നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാറുണ്ട്. മുമ്പുണ്ടായിരുന്ന ഒരു കൺസെപ്റ്റിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് തന്നെ പരമാവധി വനിതാ ഘടക പദ്ധതിയിൽ ഉള്ള നീക്കിവെച്ചിട്ടുള്ള ഫണ്ട് വനിതകൾക്ക് ആദായകരമായിട്ടുള്ള രീതിയിൽ ചെലവാക്കുന്നതിൽ ശുഷ്കാന്തി കാണും. എല്ലാ വർഷവും ഒരു 10% മാറ്റി വെക്കുന്നുണ്ടോ? ഈ ഭൂമി വാങ്ങുന്നതൊക്കെ പരമാവധി സ്ത്രീകളുടെ പേരിൽ വാങ്ങാനും സ്വന്തമായി വീട് അവരുടെ പേരിൽ തന്നെ കൊടുക്കാനുമുള്ള ഒരു പ്രവർത്തനം നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളൊരു പുറമ്പോക്ക് ഭൂമിയൊക്കെ പട്ടയം കൊടുക്കുന്ന സമയത്ത് ആദ്യം പുരുഷന്മാരുടെ പേരിലായിരുന്നു. നമ്മളത് ബോധപൂർവം തന്നെ ഇടപെട്ട് സ്ത്രീകളുടെ പേരിലാണ്. വളരെ പ്രധാനമുള്ള സംഗതി. അകത്തേത്തറ പഞ്ചായത്തിലൂടെയുള്ള യാത്ര അവസാനിച്ചു. അതുപോലെ കൂടിക്കാഴ്ചയും ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. നമുക്കിനി രോഗങ്ങൾ വ്യാധികൾ വേണ്ട വേണ്ടേ നമുക്കി കൊതുകിന്റെ താണ്ഡവം. വീടും പരിസരവും വൃത്തിയാക്കൂ, കൊതുകിന്റെ താവളങ്ങൾ നശിപ്പിക്കൂ, മാരക രോഗങ്ങളോട് വിട പറയൂ, വീണ്ടും ഒരു ദുരന്തമൊഴിവാക്കൂ. നാടിനെ നമ്മുടെ വീടായി കരുതണം, വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കണം. രോഗം പരത്താത്ത മണ്ണിന്റെ മാറിലെ ആരോഗ്യമോടെ ജനങ്ങൾ വാഴൂ. എന്റെ കേരളം മാലിന്യമുക്തം. മഴക്കാലം ഇങ്ങെത്തി, ഒപ്പം മഹാരോഗങ്ങളും. ഇതിന് പരിഹാരമാർഗം ഒന്നേ ഉള്ളൂ. ഓരോരുത്തരും അവരവരുടെ വീടുകൾ ശുദ്ധമായി സൂക്ഷിക്കുക. കൊതുക്, ഈച്ച തുടങ്ങിയ രോഗവാഹകരായ ജീവികൾ പെരുകുന്ന സാഹചര്യം ഒഴിവാക്കുക. മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ആരോഗ്യ പ്രവർത്തകരുമായി സഹകരിക്കുക. അത് മഹത്തായ പൗരധർമ്മമാണ്. വീടും പരിസരവും വൃത്തിയാക്കാം, പകർച്ചവ്യാധികൾ ഒഴിവാക്കാം. നമ്മുടെ ജൂറി അംഗങ്ങൾ പഞ്ചായത്ത് സന്ദർശിച്ചതിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി കുറെ കാര്യങ്ങൾ പഞ്ചായത്തിന്റെ അംഗങ്ങളോട് ചോദിച്ചറിയാനുണ്ട്. നമുക്ക് കണ്ണമാശം തുടങ്ങാം. കുറെ കാര്യങ്ങൾ അറിയാനുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. പക്ഷെ അതിനു മുമ്പ് അകത്തേത്തറ പഞ്ചായത്ത് 2ാം റൗണ്ടിൽ എത്തിയതിന് വളരെ അഭിനന്ദനങ്ങൾ. അകത്തേത്തറ പഞ്ചായത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതിൻ്റെ രേഖകൾ ഞങ്ങളുടെ മുൻപിലുണ്ട്. ദൃശ്യാവിഷ്കരണത്തിലും കണ്ടു. പക്ഷേ പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. അതിനു മുമ്പ് നിങ്ങളുടെ അവിടെ വന്ന ടീം ലീഡറും ടീം അംഗവുമായിട്ട് അവരുടെ അഭിപ്രായം കൂടി ഒന്ന് കേട്ട ശേഷം ഒരു വാലിഡേഷൻ നടത്തിയ ശേഷം ഞങ്ങൾ ചോദിക്കാം. 1ാം റൗണ്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളായിട്ട് അവതരിപ്പിച്ച അവിടെ ഗ്രീനിങ് ദ ഗ്യാപ്പ്, 1,00,000-ലധികം തൈകൾ നട്ടതും, അതുപോലെ കൽപ്പാത്തി പുഴയോരത്തു നിന്ന് അന്യാധീനപ്പെട്ട ഭൂമി വീണ്ടെടുത്ത് അവിടെ മുള നട്ടതുമെല്ലാം അത് ഇപ്പോൾ ഇത്തവണ നമ്മൾ അധികം ഊന്നി പറഞ്ഞിട്ടില്ല. അതുപോലെ എടുത്ത് പറയേണ്ടിയിരുന്ന ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് ഇതിൽ വരാതെ പോയ കാര്യമാണ് കൃഷി രംഗത്ത് നടത്തിയിട്ടുള്ള ഇടപെടലുകൾ. അവിടുത്തെ നെൽകൃഷിയുടെ ഉത്പാദനക്ഷമത 3000 കിലോഗ്രാം ഹെക്ടറിൽ നിന്ന് 4200 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് സഹായങ്ങൾ പഞ്ചായത്ത് യന്ത്രവൽക്കരണത്തിലൂടെയും ട്രാക്ടറുകളും മറ്റും കൊടുക്കുന്നതിലൂടെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു തൊഴിൽ സേന ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ നല്ലൊരു മാതൃക കണ്ടത് അവിടുത്തെ കനാലിൻ്റെ, മലമ്പുഴ കനാലിൻ്റെ പുറംപോക്കിൽ പച്ചക്കറി കൃഷി അയൽവക്കത്ത് താമസിക്കുന്നവരെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. ഫ്ലോറിക്കൾച്ചർ അവിടുന്ന് കയറ്റുമതി ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഓൾഡ് ഏജ് പോളിസിയെ പറ്റി പറഞ്ഞു. എനിക്ക്
പ്രത്യേകം പറയണമെന്ന് തോന്നിയ ഒരു കാര്യം, 60 വയസ്സ് കഴിഞ്ഞ എല്ലാ മുതിർന്ന പൗരന്മാർക്കും അവർക്ക് മറ്റ് സഹായങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ ഒരു പെൻഷൻ കൊടുക്കാനുള്ള സ്കീം പഞ്ചായത്ത് നടപ്പാക്കിയിട്ടുണ്ട്. ഇതെല്ലാം വളരെ നല്ല കാര്യങ്ങളായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. എനിക്ക് നല്ലൊരു അനുഭവമായിരുന്നു ഇവരുടെ പഞ്ചായത്ത് വിസിറ്റ് ചെയ്തത്. പ്രത്യേകിച്ച് പഞ്ചായത്ത് ഓഫീസ് നന്നായിട്ട് കമ്പ്യൂട്ടറൈസ് ചെയ്ത് നന്നായി നടത്തുന്ന ഒരു പഞ്ചായത്ത്. പ്രത്യേകിച്ച് സ്റ്റാഫുകൾ, എനിക്ക് അതിലെ ഒരു സ്റ്റാഫ് ഉണ്ടാക്കിയ ഒരു എക്സൽ ഷീറ്റിൽ അവിടുത്തെ കണക്ക് ചോദിച്ചപ്പം പദ്ധതികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഗ്രാഫ് ഉൾപ്പെടെ അവർ കാണിക്കാൻ അവർക്ക് പറ്റുന്നുണ്ടെന്നുള്ളത് മറ്റ് പഞ്ചായത്തുകൾക്ക് മാതൃകയാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഗ്രീൻ ഗ്യാപ്പിന്റെ കാര്യത്തിലാണെന്നില്ല, ഒരു പ്രോസസ്സിൽ കൂടെ അവർ വന്നത്. എല്ലാ വീടുകളിലും ഫോം കൊടുത്ത് എന്ത് മരം വെക്കണമെന്നുള്ളത് ചോദിച്ചിട്ട് അവർ മരം നട്ടേക്കുന്നത്. അതൊരു നല്ലൊരു മാതൃകയാണ്. നമുക്ക് സദ്ഭരണത്തിൽ നിന്ന് തുടങ്ങാം. ഇപ്പോൾ NSS കോളേജ് എഞ്ചിനീയറിംഗ് അതുമായിട്ട് നിങ്ങൾ സഹകരിച്ച് അല്ലെങ്കിൽ അവരുടെ സഹായത്തോടു കൂടി ഗുഡ് ഗവേണൻസ്, സദ്ഭരണം എന്നുള്ളൊരു സംവിധാനം തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ഈ സദ്ഭരണ സംവിധാനം? സമയബന്ധിതമായി ജനങ്ങൾക്ക് സേവനം നൽകുക, അതിനെ കമ്പ്യൂട്ടർ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടപ്പിലാക്കുക എന്നാണ്. ഒരു ഉദാഹരണം, സമയബന്ധിതമായി ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന്റെ ഉദാഹരണം. ഇപ്പോൾ നമ്മൾക്ക് ജനങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ആപ്ലിക്കേഷൻ തന്നാൽ എത്ര ദിവസം എടുക്കും? ഇപ്പോൾ 3 ദിവസം കൊണ്ടാണ് കൊടുക്കുക. നമ്മൾ പഴയ ഡെത്തും ബർത്തും എല്ലാം ഇപ്പോൾ IKMന്റെ ഒരു സോഫ്റ്റ്വെയറിലൂടെ ഞങ്ങളത് എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 1-2 മാസം കൊണ്ട് കഴിയും. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളൊരു യൂണിക്ക് കാർഡാണ്. ഒരു യൂണിക്ക് കാർഡ് എല്ലാ വീട്ടിലേക്കും കൊടുക്കാനാണ്. ഒരു നമ്പറായിട്ട് ആ കാർഡ് കൊടുത്താൽ, ഫോട്ടോ ഉൾപ്പെടെയുള്ള കാർഡ് കൊടുത്താൽ, ആ കാർഡും കൊണ്ട് അയാൾ പഞ്ചായത്തിൽ വന്നാൽ നമ്പർ അമർത്തിയാൽ അയാളുടെ ഫോട്ടോ പതിയും, അയാളുടെ വിദ്യാഭ്യാസം, മറ്റ് വീടിന്റെ മറ്റ് വിവരങ്ങളെല്ലാം പറയും. ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെ വിവരമുണ്ടോ അതോ ഓരോരുത്തർക്കും ഓരോ കാർഡ്, കുടുംബത്തിന്റെ മൊത്തം വിവരങ്ങളും നമ്മൾ ശേഖരിക്കുന്നുണ്ട്. ഒരു പ്രത്യേക സർവേ നടത്തി ഒരു സോഫ്റ്റ്വെയർ തയ്യാറാക്കി സർവേയിലൂടെ ഈ കാര്യങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രോജക്റ്റ് തയ്യാറാക്കിയ വിശ്വനാഥ മാഷ് ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ട്. ഇതിന്റെ കമ്പ്യൂട്ടറൈസേഷന്റെ ഭാഗമായിട്ട് സദ്ഭരണ കമ്പ്യൂട്ടറൈസേഷനിലൂടെ എന്ന ആശയത്തിലൂടെ ഒരു കർമ്മോന്മുഖ ഗവേഷണ പദ്ധതിയായിട്ടാണ് ഞങ്ങളിത് ആവിഷ്കരിച്ചത്. അല്ല, എന്ത് സോഫ്റ്റ്വെയർ ആണ് ഇതിന് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ മതി. അതിൽ പ്രധാനമായിട്ട് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറായ ജൂംല എന്ന കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റമാണ് ഞങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയത്. പഞ്ചായത്തിലുള്ള എത്ര പേർക്ക് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും? ഞാനിപ്പോ കാർഡും കൊണ്ട് വന്നു, എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കണം, അപ്പൊ ആ കാർഡ് റീഡിംഗ് ഈസ് ഈസി. അതെ സർ, ഇത് യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് പ്രിപ്പയർ. യൂസർ ഫ്രണ്ട്ലി ആണ്. അതെ, എല്ലാ ഡോക്യുമെന്റ്സും അതിൽ തന്നെ മലയാളത്തിൽ തന്നെ അച്ചടിച്ച് വരുന്നതും അതിൽ നിന്ന് ആളുകൾക്ക് സെലക്ട് ചെയ്യുകയും ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഒരു പ്രത്യേക നിർദ്ദേശമില്ലാതെ തന്നെ ഓപ്പൺ സോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാതെ തന്നെ എല്ലാവർക്കും ചെയ്യാവുന്ന തരത്തിലാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ സോഴ്സ് വെയറിനെ കുറിച്ച് പരിശീലനം പഞ്ചായത്തിലെ ജീവനക്കാർക്കോ അല്ലെങ്കിൽ മെമ്പർമാർക്കോ അല്ലെങ്കിൽ അതുമാതിരി താല്പര്യമുള്ളവർക്കോ കൊടുക്കാൻ സംവിധാനമുണ്ടോ? അതിനുള്ള സംവിധാനം ഉണ്ട്. ഞങ്ങൾ അതിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് സോഫ്റ്റ്വെയർ ടച്ച് സ്ക്രീനായിട്ട് ബന്ധപ്പെടുത്താനുള്ള അപ്പോൾ അതൊരു സദ്ഭരണത്തിന്റെ ഒരു ഉദാഹരണം. മരണ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ എത്ര സമയം എടുക്കും? ഇപ്പം എല്ലാം 3 ദിവസം കൊണ്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. 3 ദിവസം. ഈ സദ്ഭരണം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഭരണം മാത്രമല്ല, ഡിജിറ്റൽ ഗവേണൻസ്. അതിന് ഗുഡ് ഗവേണൻസ് പറയാൻ പറ്റില്ല, പക്ഷെ അത് വളരെ നല്ലതാണ് കമ്പ്യൂട്ടറിൻ്റെ. സദ്ഭരണം പറഞ്ഞാൽ ഞാൻ പറയാതെ തന്നെ ബിസിനസ്സിന് അറിയാമല്ലോ. ഞാനൊരു അവശനായ സാമ്പത്തികമായിട്ട് ഒന്നും കഴിവില്ലാത്ത ഒരാൾ വന്നാൽ അവരെയും ശ്രദ്ധിക്കുക, അവർക്കും വേണ്ട വിധത്തിലുള്ള മാന്യത കൊടുക്കുക, ഒരു പൗരനാണെന്നുള്ള നിലയ്ക്ക് അവരെയും ട്രീറ്റ് ചെയ്യുക, സമയബന്ധിതമായിട്ട് നടത്തുക. ഗുഡ് ഗവേണൻസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ ഗുഡ് ഗവേണൻസിന് കമ്പ്യൂട്ടറൈസേഷൻ ഉതകുമെങ്കിൽ അവനെ ഒരു ഘടകം മാത്രമാണ് സാധനം. ഇപ്പൊ ഞങ്ങൾ കമ്പ്യൂട്ടർ സദ്ഭരണം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ തന്നെ ഞങ്ങൾക്കറിയാം ഫ്രണ്ട് ഓഫീസ് എന്നൊരു സംവിധാനമുണ്ട്. അതിന് പുറമെ തന്നെ ഞങ്ങൾ ഏകജാല കൗണ്ടർ സിസ്റ്റം ആരംഭിച്ചവരാണ്. ഫസ്റ്റ് കം ഫസ്റ്റ് സർവ് എന്നാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. ആദ്യം ആര് അവിടെ സേവനത്തിന് വരുന്നോ അവർക്ക് ആദ്യം സേവനം കൊടുക്കുക എന്നാണ്. അതിൽ കക്ഷി രാഷ്ട്രീയ പരിഗണനകളൊന്നുമില്ല. ജൂറി വന്നപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട് ഓഫീസ് പരിശോധിച്ചാണ് സർട്ടിഫിക്കറ്റ് റെഡിയായത്. ഇവിടെ ഇതിൽ കാണിച്ചു കണ്ടില്ല. ഫസ്റ്റ് ഫ്രണ്ട് ഓഫീസിലോ പോയത്, അവിടെ സർട്ടിഫിക്കറ്റിന് അപേക്ഷ ഇങ്ങനെ കൊടുത്തു, അവിടെ സർട്ടിഫിക്കറ്റ് റെഡിയായത് ഒരു നേരിട്ട് പരിശോധിച്ചാണ്. ഫസ്റ്റ് കം ഫസ്റ്റ് സർവേ എന്ന് ഞങ്ങൾ കഴിഞ്ഞ 4 കൊല്ലക്കാലമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും കുടിവെള്ളം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും വൈദ്യുതി എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്, അത്യാവശ്യം ഗതാഗത യോഗ്യമായ വീടുണ്ട്, പട്ടികജാതി പട്ടികവർഗക്കാർക്ക് പൂർണ്ണമായി പാർപ്പിടം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്, അവരുടെ ആരോഗ്യ മേഖലയിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. സദ്ഭരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കമ്പ്യൂട്ടർ
അതൊരു സൈഡ് മാത്രമാണ്. ഉപാധി മാത്രം. ഒരു ഇടത്തരം പഞ്ചായത്തായതുകൊണ്ട് ആ ഇടത്തരക്കാരെ കൂടി ഞങ്ങളുടെ സേവനം ലഭ്യമാക്കുക, അവരെ കൂടി പഞ്ചായത്തുമായിട്ടൊന്ന് അടുപ്പിക്കുക എന്തൊക്കെ ഉദ്ദേശിക്കുന്നു. അവരും വേണം. പഞ്ചായത്ത് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നു. പക്ഷെ അതിൽ ദൗർബല്യങ്ങൾ കുറച്ച് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടല്ലോ. അതായത് ഒന്നിലധികം കർമ്മോന്മുഖ പദ്ധതികൾ ഒരേ സമയം കൊണ്ടു നടത്താനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ 2-3 പ്രശ്നങ്ങൾ, പല പ്ലാറ്റ്ഫോമുകളിലെ സമന്വയത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രശ്നങ്ങൾ പഞ്ചായത്ത് തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി പഞ്ചായത്ത് ഇനി എന്താണ് ചെയ്യുന്നത്? അല്ല, ഹ്യൂമൻ റിസോഴ്സ് ഇനിയും ഉണ്ടാക്കണം എന്ന് തന്നെയാണ്. ഞങ്ങളിപ്പോൾ നിലവിലുള്ള പഞ്ചായത്ത് മെമ്പർമാരും അവിടെയുള്ള ജീവനക്കാരും മാത്രം വിചാരിച്ചാൽ പുതിയ കാര്യങ്ങളൊന്നും ഏറ്റെടുക്കാൻ കഴിയില്ല എന്നുള്ള വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ അയൽക്കൂട്ട തലത്തിലും വാർഡ് തലത്തിലും, അതിനാണിപ്പോൾ ഞങ്ങളിപ്പോൾ 60 വയസ്സ് കഴിഞ്ഞ വയോജന നയത്തിലുൾപ്പെടെ സർവേ നടക്കുമ്പോൾ ഞങ്ങൾക്ക് ബോധ്യം വരുന്നത് വളരെ വിദഗ്ധന്മാരായ ആൾക്കാർ അവിടെ ഒന്നുമില്ലാണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം നമുക്ക് ഈ ഹ്യൂമൻ റിസോഴ്സിലേക്ക് ഉപയോഗിക്കണം എന്ന ധാരണ ഞങ്ങൾ എത്തിയാണ്. ആളില്ലാതെ പുതിയ പദ്ധതികളൊന്നും ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന ഉത്തമ വിശ്വാസമുണ്ട്. ഞങ്ങൾ അയൽക്കൂട്ടങ്ങൾ, അയൽക്കൂട്ട തലത്തിൽ വാർഡ് കമ്മിറ്റികൾ, റെസിഡൻസ് കമ്മിറ്റികൾ, അത്തരം ആൾക്കാരുടെ എല്ലാം സേവനം ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം നടത്തും. സാങ്കേതിക വിദ്യ നല്ലോണം ഉപയോഗിക്കുന്ന ഒരു പഞ്ചായത്തായതുകൊണ്ട് ചോദിക്കുകയാണ്. വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം നിൽക്കുന്നവരോ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയിൽ പിന്നോക്കം നിൽക്കുന്നതുമായ ആളുകളെ ഒഴിവാക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് പ്രത്യേക കരുതലുകളാണ് പഞ്ചായത്തിനുള്ളത്? ഞങ്ങളിപ്പോൾ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരു വലിയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കാൻ പഞ്ചായത്ത് തലത്തിൽ വിദ്യാഭ്യാസ സമിതിയുണ്ട്. റിട്ടയർഡ് ചെയ്യുകയാണ്. ഇപ്പൊ നിലവിൽ ഇപ്പോൾ ഉള്ള പഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതിയുടെ കൺവീനർ റിട്ടയർഡ് ചെയ്യുകയാണ്. അവിടെയുള്ള എല്ലാ റിട്ടയർഡ് അധ്യാപകന്മാരും ഈ വിദ്യാഭ്യാസ സമിതിയിൽ അംഗമാണ്. നിലവിലുള്ള പഞ്ചായത്തിലെ എല്ലാ അധ്യാപകരും മറ്റേ ഹെഡ് മാസ്റ്റർമാരിൽ അംഗമാണ്. ഞങ്ങളുടെ ആ കമ്മിറ്റി കൂടി ഒരു കുട്ടി പോലും SSLC പരീക്ഷയിൽ തോൽക്കാൻ പാടില്ല എന്നാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഹേമാംബി ഹൈസ്കൂളും NSS ഹൈസ്കൂളും 2 ഹൈസ്കൂളാണ് ഞങ്ങളുടെ പഞ്ചായത്തിലുള്ളത്. മറ്റേ സേ പരീക്ഷയ്ക്ക് മുൻപ് NSS ഹൈസ്കൂളിൽ 92% വിജയം നേടി, HSHSൽ 82% നേടി. സേ പരീക്ഷ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉന്നത പരീക്ഷയ്ക്ക് യോഗ്യരായിട്ട് മാറാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. 524 ഹെക്ടർ കൃഷിസ്ഥലമേ അവിടെ ഉള്ളൂ. പക്ഷേ അവിടെ ഈ കൃഷിയും മൃഗസംരക്ഷണ മേഖലയിൽ നിന്ന് കിട്ടുന്ന ആദായം ഞാൻ നോക്കിയപ്പോൾ ഏതാണ്ട് ഒരു ഹെക്ടറിന് 30,000 രൂപയുടെ ആദായം കിട്ടുന്നുണ്ട് കൃഷിയിൽ നിന്ന്. അപ്പോൾ എനിക്കൊരു പേടി, ഇന്ത്യയിലെ ഇൻകം ടാക്സ് പണ്ഡിതന്മാർ അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ് വെച്ചാൽ ആദ്യം പിടികൂടുന്ന ഒരു പഞ്ചായത്തായി നിങ്ങൾ വളർന്നിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. നിങ്ങൾക്ക് ആകെപ്പാടെ 96 ലക്ഷം രൂപയേ ഉള്ളൂ പ്ലാൻ ഫണ്ട്. പിന്നെ ഒരു 1 കോടി രൂപ നിങ്ങൾക്ക് ഈ തൊഴിൽദാന പദ്ധതി നിങ്ങൾ ഉപയോഗിക്കുന്നു. ബാക്കി ഇത്രയും പ്രവർത്തനങ്ങൾ നടത്താൻ എവിടെ നിന്ന് എങ്ങനെയാണ് നിങ്ങൾ പണം ഉണ്ടാക്കുന്നതെന്നൊന്ന് പറയാം. ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് ഞങ്ങൾ നന്നായി ശേഖരിക്കുന്നുണ്ട്. എത്ര വരും? ഒരു 60 ലക്ഷത്തോളം രൂപ ഞങ്ങൾക്ക് തനത് ഫണ്ടായിട്ട് 9-10 ലക്ഷം ആ തൊഴിൽ നികുതി വീട്ടിൽ. അതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പം നികുതി വർദ്ധിപ്പിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് 20 ലക്ഷം രൂപയാണ്. നേരത്തെ സർക്കാർ നികുതി വർദ്ധിപ്പിച്ചപ്പോൾ 20 ലക്ഷം രൂപ കൂടി അഡീഷൻ കിട്ടിയതാണ്. പക്ഷേ സർക്കാർ പെട്ടെന്ന് നികുതി ആരംഭിച്ചപ്പോൾ ഞങ്ങളുടെ 20 ലക്ഷം പോയി. ഞങ്ങൾ ആ നികുതി വർദ്ധിപ്പിച്ച അവസരത്തിലും 97% ജനങ്ങൾ ഒരു എതിർപ്പുമില്ലാണ്ട് നികുതി വിറ്റ പഞ്ചായത്ത്. ഇപ്പോൾ അത് മുഴുവൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ വർഷം എനിക്കറിയേണ്ട ഈ പദ്ധതികൾക്കെല്ലാം നിങ്ങൾ പണം എവിടെ നിന്ന് ഉണ്ടാക്കും? എല്ലാ ഏജൻസികളുടെയും സഹായം ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ ഏജൻസികളൊന്നും പറയാം. നമ്മുടെ നബാർഡ്, നമ്മുടെ നീർത്തടടിസ്ഥാനത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ നബാർഡിൽ നിന്ന് ലഭിക്കുകയാണ്. പഞ്ചായത്ത് PFA ആയിട്ട് തന്നെ ഏറ്റെടുത്തുകൊണ്ട് 1ാം ഘട്ട പ്രവർത്തനം കഴിഞ്ഞു. 2ാം ഘട്ട ഇത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എത്ര കോടി രൂപ കിട്ടിക്കാണോ? ഞങ്ങൾക്ക് 10 ലക്ഷം രൂപ കിട്ടി. ബാക്കി ഇപ്പോൾ 1.5 കോടി രൂപയുടെ പ്രോജക്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് നീർത്തടത്തിൽ. പിന്നെ മറ്റൊരു നീർത്തടം അമ്പാട്ടുതോട്, ഇപ്പോൾ ചീക്കുടി നീർത്തടത്തിന്റെ പ്രവർത്തനമാണ് 1ാം ഘട്ടം കഴിഞ്ഞത്. അപ്പോൾ അമ്പാട്ടുതോട് നീർത്തടത്തിന്റെ ആദ്യഘട്ടത്തിലുള്ള പൈസയും നബാർഡ് തന്നു കഴിഞ്ഞു. ഈ നബാർഡ് കടമാണോ ഗ്രാൻഡാണോ? അല്ലല്ല, ഗ്രാൻഡാണ്. പൂർണ്ണമായും ഗ്രാൻഡ്. എന്തുകൊണ്ട് നിങ്ങൾ ഈ രീതിയിൽ എത്ര കോടി രൂപ സമ്പാദിച്ചു എന്നുള്ളത് ഇതിൽ എഴുതി ചേർത്തിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അല്ല, നബാർഡിന്റെയും ഹരിയാലിന്റെയും സഹായം ഞങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ അല്ല, നമ്മൾ ഈ അകത്തേക്ക് ഈ നമ്മുടെ പഞ്ചായത്തിനെ കേരളത്തിലെ ഒരു മാതൃകാ പഞ്ചായത്തായി ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ കയ്യിലുള്ള തനത് ഫണ്ടും ഇതും കൊണ്ട് മാത്രമല്ല, മറ്റേതെല്ലാം ഏജൻസിയിൽ നിന്ന് നമുക്ക് പണം സ്വരൂപിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് താങ്കളുടെ കഴിവിൻ്റെ ഒരു വലിയ അളവുകലായിട്ടത് വരും.
സർവേടെ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെ വളരെ കുറഞ്ഞ പ്ലാൻ ഫണ്ട്